ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇത് ഞങ്ങളുടെ ലോകം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ആദ്യത്തെ വ്ളോഗാണ് കേട്ടോ. എപ്പോഴും നമ്മൾ റീലും ചലഞ്ചൊക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇനി വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒരു ചക്ക വ്ളോഗ് എടുക്കാമെന്ന് വെച്ചു. ചക്ക ആർക്കാണ് ഇഷ്ടമല്ലാത്തതല്ലേ? എല്ലാവർക്കും ചക്ക ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ പോണ സ്ഥലം പറഞ്ഞില്ലല്ലോ. നമ്മളിപ്പോൾ അമ്മയുടെ വീട്ടിലേക്കാട്ടോ പോകുന്നത്. എഴുപുന്ന എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ചേട്ടന് ചക്ക ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അമ്മ അവിടെ ചക്ക പറിച്ച് വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് വിളിച്ചായിരുന്നു. നമ്മളിന്ന് ആമീനെ കൊണ്ടുപോകണില്ല കേട്ടോ, അവൾക്ക് പനിയുണ്ട്. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ആമീനെ കൊണ്ടുപോകട്ടെന്ന് പറഞ്ഞു ചേട്ടൻ. അപ്പോൾ ഞാനും ചേട്ടനും കൂടിയാണ് പോകുന്നത്. ഇത് നമ്മുടെ തൈക്കാട്ടിച്ചിരി പാലാണ്. പണ്ട് ജങ്കാൾ സർവീസൊക്കെ ഉണ്ടായിട്ടുണ്ട്, പിന്നെയാണ് പാലമൊക്കെ വന്നത്. പാലമൊക്കെ വന്നതുകൊണ്ട് നമുക്ക് വണ്ടികൾക്കൊക്കെ പോകാൻ നല്ല സുഖമാണ്. പിന്നെ ഇതാണ് നമ്മുടെ തൈക്കാട്ടിച്ചിരി പാർക്ക് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് പാർക്കും വന്നത്. നമുക്ക് പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാനൊക്കെ പറ്റുന്ന ഒരു നല്ല പ്ലേസാണിത്. ഒരു 1.25 മണിക്കൂറുണ്ട് അമ്മയുടെ വീട്ടിലേക്ക്. നമ്മുടെ എഴുപുന്ന കരുമാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പം നമ്മൾ തുറവൂർ എത്തിയിട്ടുണ്ട്. തുറവൂർ ടർഫാണ് ഈ കാണുന്നത്. ചേട്ടനൊക്കെ ഇവിടെയാണ് കളിക്കാൻ വന്നത് ഇടക്ക്. ഇത് നമ്മുടെ തുറവൂർ. ഇവിടെ നമ്മുടെ പാലം പണി നടക്കുന്നുണ്ട്, അതാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ വടക്കനപ്പൻ്റെ അമ്പലത്തിൻ്റെ അവിടെ കൂടിയാണ് ഇപ്പോൾ പോകുന്നത്. ഈ കാണുന്നതാണ് വടക്കനപ്പൻ്റെ അമ്പലം. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല കേട്ടോ, ഒന്നും തോന്നരുത്. ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗായതുകൊണ്ടാണ് ഗെയ്സ്. എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. നമ്മുടെ റെയിൽവേ പാളമാണ്. അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് തുറവൂർ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ആ കാണുന്നതാണ് തുറവൂർ റെയിൽവേ സ്റ്റേഷൻ. ഭാഗ്യത്തിന് ഞങ്ങൾ പോകുമ്പോൾ മഴയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ആ കാണുന്ന TD അമ്പലം, TD സ്കൂളും അപ്പുറത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചാവടിയിൽ എത്തിയിട്ടുണ്ട്. ചാവടി ജംഗ്ഷനാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇനി കുറച്ചുകൂടി പോയാൽ മതി അമ്മയുടെ വീട്ടിലേക്ക്. ഈ വീഡിയോ നമ്മൾ 2-3 ദിവസം മുന്നേ എടുത്തതാണ്. ഇന്നാണ് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത്. ഈ കാണുന്നത് ഒരു മുസ്ലിം പള്ളിയാണ് കേട്ടോ, പൊൻപുറം മുസ്ലിം പള്ളി എന്നാണ് പേര്. ഇതൊരു ഗ്രൗണ്ടാണ്. ഇത് നാലുകുളങ്ങര അമ്പലം. ഈ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഗ്രൗണ്ട് വന്നത്. അപ്പോൾ ഇതാണ് AKG ഗ്രൗണ്ട്. എൻ്റെ ഹസ്ബൻഡൊക്കെ കളിക്കാൻ തന്നെ ഇവിടെയാണ്. അപ്പോൾ നമ്മളിതാ കരുമാഞ്ചേരി എത്തിയിട്ടുണ്ട്. ഇതാണ് അമ്മയുടെ വീട്. ഇവിടെയൊക്കെ റോഡ് ഭയങ്കര മോശമാണ് കേട്ടോ. നമുക്ക് വണ്ടിയൊക്കെ പോകാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇത് അമ്മ ഇവിടെ വാതിക്കെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അമ്മ എന്തോ പണിയിലായിരുന്നു. ഞാൻ വന്നപാടെ ഒരു ചാമ്പ മരത്തിൽ നിന്ന് ഒരു ചാമ്പയ്ക്കൊക്കെ പറിച്ച് തിന്നു കേട്ടോ. ഇവിടെ നല്ല ചാമ്പക്കയുണ്ട്, 2 തരത്തിലുള്ള ചാമ്പക്കയുണ്ട് ഇവിടെ. ചേട്ടൻ അവിടെ ഷീറുമായിട്ട് കളിക്കുകയാണ് കേട്ടോ. ഷീറുവാണ് ചേട്ടൻ്റെ കൂട്ട്. അവിടെ വന്നാൽ എപ്പോഴും ഷീറുമായിട്ടാണ് കളിക്കണം. ഒരു 2-3 പട്ടിയുണ്ട് കേട്ടോ, ബാക്കിയൊക്കെ കൂട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ച് നേരെ തിരിച്ച് അപ്പുറത്തെ വീട്ടിലേക്ക് പോയി. ചക്ക അപ്പുറത്തെ വീട്ടിലാട്ടോ ഇരിക്കുന്നത്. വല്യമ്മയുടെ വീട്ടിലാണ് ചക്ക ഇരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ ഞാനും അമ്മയും കൂടി അങ്ങോട്ട് നടക്കുകയാണ്. ചേട്ടൻ വണ്ടിയായിട്ട് അവിടെ വന്ന്. പിന്നെ അമ്മ അവിടെ നിന്ന് വിശേഷമൊക്കെ പറഞ്ഞ്. ചക്ക 2 പഴുത്തതായിരുന്നു കേട്ടോ. അമ്മ അതാ ചക്കയൊക്കെ എടുത്ത് ചാക്കിൽ വെച്ച് തന്നു. പിന്നെ ഞങ്ങൾ എല്ലാതും കൊണ്ട് വീട്ടിൽ പോയി ചക്ക മുറിക്കാനുള്ള തയ്യാറെടുപ്പിലായി. ഞാനാണ് ചക്ക മുറിക്കുന്നത് കേട്ടോ. ആമി അടുത്തിരിപ്പുണ്ട്. അവൾ എന്നെ ചുറ്റിനും നടപ്പാണ്. ഞാൻ എന്താണ് കാണിക്കുന്നതൊക്കെ നോക്കിയിരിക്കുകയാണ് അവൾ. മുറിച്ചപ്പോൾ നല്ല പഴുത്ത ചക്കയാണ് കേട്ടോ. നല്ല മണം വരുന്നുണ്ടായിരുന്നു. നല്ല പഴുത്ത നല്ല ചുളയൊക്കെയുള്ള ചക്കയായിരുന്നു കിട്ടിയത്. മുറിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ ഒരു ചുളയെടുത്ത് കഴിക്കുകയും ചെയ്തു. മുറിച്ചപ്പോൾ ഒരുപാട് പശയുണ്ടായിരുന്നു അതിനകത്ത്. ഞാൻ ആ കടലാസ് വെച്ച് ഒരുപാട് അങ്ങോട്ട് തൂത്തങ്ങോട്ട് കളഞ്ഞ്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ പറ്റും പൊളിക്കുമ്പോൾ. ആമിയും പശയൊക്കെ തുടച്ച് തരുന്നുണ്ട്. നമ്മൾ ഒരു ചക്ക അമ്മുമ്മക്ക് കൊടുത്തായിരുന്നു. ഒരു ചക്കയാണ് ഈ മുറിക്കണത്. നല്ല ചുളയുള്ള വരിക്കച്ചക്കയാണിത്. ആമി നല്ല പണിയില്ല. ആമി ആ പശയൊക്കെ തുടച്ച് കളയണം. അതിനകത്തുള്ള നല്ല മഞ്ഞ കളർ ചക്കയാണ്. ഈ ഫോണിൻ്റെ ക്ലാരിറ്റിയുടെ കുറവുകൊണ്ടാണ് ഈ കളർ കാണുന്നത് കേട്ടോ. ഈ ചക്ക എന്ന് പറയുന്നത് കൂഴച്ചക്കയുണ്ട്, വരിക്കച്ചക്കയുണ്ട്. കൂഴച്ചക്ക ഞങ്ങൾക്ക് അത്ര ഇഷ്ടമല്ല. പുറത്താണെങ്കിൽ നല്ല മഴയും പെയ്യുന്നുണ്ട്. ഇതാണെങ്കിൽ മുറിക്കാൻ പറ്റുന്നില്ല. കത്തിക്കാണെങ്കിൽ മൂർച്ചയും കുറവായതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു മുറിക്കാനായിട്ട്. ആമി എൻ്റെ പുറകിൽ നിന്ന് മാറണില്ല കേട്ടോ. ഈ ചക്ക മുറിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുക അവിടെ. നിങ്ങൾക്ക് ചക്ക വെറുതെ കഴിക്കാനാണോ ഇഷ്ടം, അതോ വല്ലതൊക്കെ ഉണ്ടാക്കി കഴിക്കാനാണോ ഇഷ്ടം? അതൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് എന്തായാലും അടയൊക്കെ ഉണ്ടാക്കി കഴിക്കാനാണ് ഇഷ്ടം. വെറുതെ അങ്ങനെ കഴിക്കണ ഇഷ്ടമല്ല. ആമി എൻ്റെ അടുത്ത് നിന്ന് ആ ചക്കക്കുരുവൊക്കെ പെറുക്കി അവിടെയൊക്കെ ഇടിയാണ് കേട്ടോ.
പിന്നെ വീഡിയോയിൽ എന്തെങ്കിലും സൗണ്ടിൻ്റെ പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഞാൻ ആദ്യമായിട്ടൊരു വ്ളോഗ് ചെയ്യുന്നത്, ചിലപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കാം. ആമീൻ ചക്കച്ചോളയൊക്കെ എടുത്ത് പാത്രത്തിലേക്ക് ആക്കി വെക്കണുണ്ട്. അവൾ ചോള മാത്രമല്ല ചക്കയുടെ വേസ്റ്റ് ഉണ്ടാവുമല്ലോ അതെടുത്ത് അതിനകത്തേക്ക് ഇടുന്നുണ്ട് പാത്രത്തിലേക്ക്. ഞാൻ ഈ ചോളയൊക്കെ എടുത്ത് പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒരു ചോള എടുത്ത് കഴിച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനൊരു ചോള എടുത്ത് കഴിച്ച്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. ചിലവരിങ്ങനെ പൊളിക്കുമ്പോഴേ എടുത്ത് കഴിക്കണ കാണാം ചക്കയൊക്കെ എടുത്ത്. പക്ഷെ എനിക്ക് അങ്ങനെ കഴിക്കണ ഇഷ്ടമല്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കണം ഇഷ്ടം എനിക്ക്. ആമീൻ ചോളയൊക്കെ എടുത്ത് പാത്രത്തിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. ചോള മാത്രമല്ല ചക്കയുടെ വേസ്റ്റും എടുത്തിടുന്നുണ്ട്. അപ്പോൾ ചക്കയൊക്കെ പൊളിച്ച് കഴിഞ്ഞ് പാത്രത്തിലേക്ക് ആക്കി വെച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.